ഇന്ന് നമ്മളെ കുഞ്ഞൂസിനെ ശങ്കരനെയൊക്കെ നന്നായിട്ട് കുളിപ്പിക്കുകയാണ് കേട്ടോ. ആദ്യം തന്നെ മെയിൻ ഗേറ്റിൽ നമ്മളെ കുഞ്ഞൂസിനെ അങ്ങോട്ട് കെട്ടിയിട്ടു. മറ്റേ രണ്ട് കുഞ്ഞു കൂട്ടിൽ നമ്മളെ ശങ്കരനെ അങ്ങോട്ട് ആക്കിയിട്ടോ. ശങ്കരിക്ക് എന്തോ ആ കൂട്ടിലാണ് തൃപ്തിപ്പെട്ടിട്ടില്ല. ആളിങ്ങനെ ബഹളം വെക്കുന്നുണ്ട്. കുഞ്ഞൂസിനെ കുളിപ്പിച്ചതിന് ശേഷം നേരെ ശങ്കരീനെ അങ്ങോട്ട് പുറത്തിറക്കി കേട്ടോ. ശങ്കരീനെ കുളിപ്പിക്കാൻ എനിക്കിഷ്ടമാണല്ലോ. ഇതിന് മുന്നത്തെ പല വ്ളോഗിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം അവൾ നല്ല സുഖമായിട്ട് നിന്നരും. എത്ര കുളിച്ചാലും അങ്ങോട്ട് മതിയാവാത്ത അവസ്ഥയാണ് ആൾക്ക് ഉണ്ടാവുക കേട്ടോ. അതുകൊണ്ട് തന്നെ ചില സമയങ്ങളിലൊക്കെ വീഡിയോ എടുക്കാനും നല്ല സുഖമാണ് കേട്ടോ. ഇവളെ കുളിപ്പിക്കുമ്പോൾ വീഡിയോ എടുക്കുന്നതിനെക്കാട്ടിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇവളെ കുളിപ്പിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് വെള്ളം ഒഴിക്കുന്ന ഭാഗം മാത്രം എടുത്തു. അവളെ കുളിപ്പിച്ചതിന് ശേഷമാണ് ഞാൻ ശങ്കരനെ പുറത്തേക്ക് ഇറത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ശങ്കരനെ എത്രത്തോളം വീഡിയോ കിട്ടുന്നറിയില്ല, എന്നാലും ഇത്തവണ ഞാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ രണ്ട് കാലിൻ്റെ ഇടയിലായിട്ട് അവനെ പിടിച്ച് വെച്ചിട്ടായിരുന്നു ഞാൻ കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാലും അധിക നേരമൊന്നും എനിക്കത് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വീഡിയോ കൂടുതലൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഞാൻ നേരെ അങ്ങോട്ട് മൂന്നാളെ അങ്ങോട്ട് കുളിപ്പിച്ചിട്ട് അങ്ങോട്ട് കൂട്ടിലാക്കി കേട്ടോ. മീട്ടുൻ്റെ കൂട്ടിലാണ് ശങ്കരീനെ ആക്കിയത്. കുഞ്ഞൂസിന് പൊതുവേ നനഞ്ഞ കൂട്ടിലിരിക്കുന്ന ഇഷ്ടമല്ല. അപ്പോൾ വേഗം ഒരു തുണി എടുത്തിട്ട് അതങ്ങോട്ട് നിലത്തിട്ടെടുത്ത് സമാധാനപ്പെടുത്തിയിട്ടുണ്ട്. ശങ്കരൻ തൊട്ട് മുന്നേ തന്നെ ഉണ്ട് കേട്ടോ. മൂന്ന് പേരെയും ഒരുമിച്ച്, അതായത് ശങ്കരനെ ഒരുമിച്ച് ഇടാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ടാണ് ഇവനിപ്പോൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നത്. കാരണം വേറെ ഒന്നുമല്ല, അവൻ്റെ നെറ്റി കണ്ടില്ലേ, ശങ്കരി കാണിച്ച പണിയാണ് കേട്ടോ. കുളിപ്പിച്ചൊക്കെ ശേഷം കുറച്ച് കഴിഞ്ഞ് പോയി നോക്കിയപ്പോൾ മൂന്നാളും നല്ല ഉറക്കമാണ് കേട്ടോ. ഒരു പക്ഷേ ശങ്കരനും ഒരു കൂട്ടിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഉറക്കം ഉണ്ടാവാൻ സാധ്യതയല്ല. ഈ കൂട്ടത്തിൽ ഞാനും അങ്ങോട്ട് ഉറങ്ങി എന്നുള്ള കേട്ടോ വാസ്തവം. പിന്നെ ഭയങ്കര സൗണ്ട് കേട്ട് പുറത്ത് വന്നപ്പോൾ അതാ നല്ല കാറ്റുണ്ടായിരുന്നു. ഓലൊക്കെ വീണ് ആ ഓലയുടെ ശബ്ദം കേട്ടിട്ട് എല്ലാവരും അങ്ങോട്ട് പേടിച്ചിരിക്കാണ്ടോ. പ്രത്യേകിച്ച് നമ്മളെ ശങ്കര, അവൻ്റെ ചോറൊക്കെ അങ്ങോട്ട് തട്ടിയിട്ടുണ്ട്. ഇന്ന് സത്യം പറഞ്ഞാൽ ശങ്കര ശരിക്കും അങ്ങോട്ട് ചോറ് വന്നിട്ടില്ല. ശങ്കര ഇച്ചിരി മിച്ചം വെച്ചിട്ടുണ്ട്. എന്ത് പറ്റിയെന്ന് അറിയില്ല. നമ്മളെ കുഞ്ഞൂസും വലിയ രീതിയിൽ അങ്ങോട്ട് കഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ. പിന്നാലെ തന്നെ നമ്മളെ ശങ്കരന് കൂടിന് അളവെടുക്കാൻ വേണ്ടിയിട്ട് ആൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താണെന്ന് അറിയില്ല, നല്ല സമീപനത്തോട് കൂടിയിട്ട് തന്നെ കുഞ്ഞൂസ് നിന്നിട്ടുണ്ടായിരുന്നു. സാധാരണ നമ്മളെ കുഞ്ഞൂസ് അങ്ങനെയല്ലല്ലോ, നിങ്ങൾക്കറിയാമല്ലോ. പെട്ടെന്ന് ആരെങ്കിലും വരികയാണെങ്കിൽ അവളുടെ ബഹളം വെപ്പ് എന്താണെന്നുള്ളത്. ഇനി ഇവരെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് കൂട് മാറി പൊക്കോട്ടെ എന്ന് വെച്ചിട്ടാണോ എന്ന് അറിയില്ല കേട്ടോ. എന്തായാലും നമ്മൾ മീട്ട് വരുന്നതിന് മുന്നേ നമുക്ക് കൂടാക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നടക്കുമെന്ന് അറിയില്ല. എന്തായാലും പെട്ടെന്നൊരു കൂടാക്കേണ്ടത് ആവശ്യം തന്നെയാണ് കേട്ടോ. ഇവന് ഈ ഒരു കൂടിൻ്റെ അളവും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ ഒപ്പം സഹായിക്കാനും നമ്മളെ ശങ്കരനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കാണാനും പ്രത്യേക ഒരു രസമായിരുന്നു കേട്ടോ. ഏട്ടും കുഞ്ഞൂസൊക്കെ സുഖമായിട്ടിരിക്കണ പോലെ തന്നെ അതിഗംഭീരമായിട്ട് ഇങ്ങനെ ചാടി കളിക്കാൻ ഇവർക്കും ഒരു കൂടൊരുങ്ങാൻ പോവാട്ടെ ഗൈസ്.